ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ 606 പാരഗ്രാഫാണ്, 606. ഫൗസ്റ്റീനമ്മ അവിടെ ഒരു കാര്യം പറയണം. എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം വായിച്ച സമയത്ത് ഒരു ചെറിയ പുഞ്ചിരി എൻ്റെ മുഖത്ത് വന്നു. ദൈവമേ, ഇത് നമ്മൾ ചിലപ്പോൾ കടന്നു പോകുന്നൊരു സംഭവമാണല്ലോ എന്ന്. വളരെ നമ്മുടെ മലയാളം ഡയറിയിൽ വളരെ സിമ്പിളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഫൗസ്റ്റീനമ്മ ഇങ്ങനെ പറയണേ 606 പാരഗ്രാഫിൽ, മൽപ്പിടുത്തത്തോടെയാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത്, മൽപ്പിടുത്തത്തോടെയാണ് ആ ദിവസം അവസാനിക്കുന്നത്. ഫൗസ്റ്റീനമ്മ പറയാണ് അതിൻ്റെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഇങ്ങനെ പറയുക, ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോഴത്തേനും 10 എണ്ണം വരികയാണ്. ഇത് നമ്മൾ പറയാം, എടാ ഇത് ഫൗസ്റ്റീനമ്മ എഴുതിയതല്ല, ഇത് നമ്മളൊക്കെ എഴുതി വെക്കുന്ന പോലെ ഉണ്ടല്ലോ. ഒരു പണി തീരുമ്പോൾ നമ്മൾ പറയല്ലേ, ഒരു വേദന തീരുമ്പോൾ അടുത്ത വന്നു കഴിഞ്ഞു എന്ന്. ഇത് ശരിക്കും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഫൗസ്റ്റീനമ്മ പറയാണ്. പക്ഷെ പരാതി പറയുന്നത് നാട്ടുകാരോടോ വീട്ടുകാരോടോ ഒന്നല്ല, ഈ പരാതി പോലുമല്ല, പ്രത്യാശയോടെ ഈശോയോട് പറയാണ്, കർത്താവേ അവസ്ഥ ഇങ്ങനെ ആട്ടോ, മൽപ്പിടുത്തമാണ് മൊത്തം, ഒരെണ്ണം തീരുന്നതിന് മുമ്പ് അടുത്ത വരികയാണ്. ഫൗസ്റ്റീനമ്മ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് പറയും, നമ്മളൊക്കെ ചിലപ്പോൾ പരാതിപ്പെടുമായിരിക്കും, തന്നെ കർത്താവേ ഒരൊറ്റ ദിവസം പോലും സന്തോഷമില്ലെന്ന്. ഫൗസ്റ്റീനമ്മ പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ശരിക്കും എന്ന് വായിച്ച് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഫൗസ്റ്റീനമ്മ പറയാണ്, എനിക്ക് അത്രയും വലിയ മൽപ്പിടുത്തം, ഈ യുദ്ധത്തിന്റെ ആധിക്യം കൂടുന്ന സമയത്ത് ദൈവപിതാവിന്റെ കരങ്ങളിൽ ഒരു കുഞ്ഞിനെ എന്ന പോലെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളത് വായിച്ചു നോക്കണം, 606 പാരഗ്രാഫാണ് കേട്ടോ. ഞാൻ നിരാശപ്പെടത്തില്ലെന്നാണ് ഫൗസ്റ്റീനമ്മ പറയും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഫൗസ്റ്റീനമ്മ പറയാണ്, ഞാൻ നശിച്ചു പോകാൻ വേണ്ടി എൻ്റെ പിതാവ് സമ്മതിക്കത്തില്ലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു യുദ്ധം ഉണ്ടായിട്ടുണ്ടാവല്ലേ, വീട്ടിലോ പഠിക്കുന്നിടത്തോ